നിനക്കും കൂടി പോകായിരുന്നു. അരുണയ്ക്കൊരു സഹായമായേനി. അതെ, ഞാനും കൂടെ പോവാം. ഇല്ലെങ്കിൽ എനിക്ക് ഇവിടെ നിന്ന് ഒരു സമാധാനം ഉണ്ടാവില്ല. ശാരദേ, നീ ഈ വേഷത്തിലാണോ പോകുന്നേ? സാരില്ല, അല്ലെങ്കിൽ അവരെ കാണില്ല. ഇയാളെന്തിനാണ് അവർക്ക് മുന്നിലേക്ക് തലവെച്ചു കൊടുത്തത്? ഞാനത് തഞ്ചത്തിൽ പറഞ്ഞൊന്ന് മയപ്പെടുത്തി എടുക്കാൻ ഇരുന്നതാ. കളഞ്ഞില്ലേ എല്ലാം. എന്നെ അവർക്ക് ശരിക്കും അറിഞ്ഞൂടാ. ഇതിലും വലിയ ഉദ്യോഗസ്ഥരെ ഞാൻ കണ്ടിട്ടുള്ളതാ. മെരുങ്ങാൻ കൂട്ടാക്കാത്തവരെ മെരുക്കി നിർത്തിയിട്ടുമുണ്ട്. എന്റെ അടുത്താ അവരുടെ കളി. ഇതിച്ചിരി കൂടിയനാ. സിംഹവാലം കുരങ്ങിന് വരെ വംശനാശം സംഭവിച്ചു. അതിലൊന്നും പെടാതെ മനുഷ്യന്മാരെ കൊല്ലിക്കാനായിട്ട് ഭൂമിയിൽ അവശേഷിച്ചവരിൽ ചിലരിൽ ഒരാൾ. അപൂർവങ്ങളിൽ അപൂർവമായി സംഭവിച്ചു പോകുന്ന പ്രതിഭാസം എന്നൊക്കെ വേണമെങ്കിൽ ഇതിനെ പറയാം. സത്യം പറയാലോ, നേരായ വഴിയിലൊന്നും ഇവര് സമ്മതിക്കത്തില്ല. എങ്കിൽ വളഞ്ഞ വഴി നോക്കിയാലോ? അതിന് നമ്മുടെ അടുത്ത് ആളുമുണ്ട്. എങ്കിൽ ഞാൻ മറ്റൊരു ഓഫർ അങ്ങോട്ട് വയ്ക്കാം. ഒരു 3 ദിവസം കളക്ടർ അവധിയെടുത്താൽ അവര് തിരിച്ചു വരുന്നതിന് മുമ്പ് അവരുടെ ലെറ്റർ ഹെഡും സീലും ഉപയോഗിച്ച് കൃത്രിമ രേഖ ഉണ്ടാക്കി തരുന്ന കാര്യം ഞാൻ ഏറ്റു. പക്ഷേ അവര് അടുപ്പിച്ച് 3 ദിവസം ലീവ് എടുക്കണം. അതിപ്പോ അവരെ കൊണ്ട് എങ്ങനെ ലീവ് എടുപ്പിക്കാനാ? അല്ലെങ്കിൽ അവർക്ക് വല്ല പനിയും വരണം. പനിയൊക്കെ ഇവരെ കണ്ട ഓടും. എങ്കിൽ ഇവരെ കണ്ടാൽ ഓടാത്തവരെ കൊണ്ടുവന്നാലോ? മനസ്സിലായില്ല. ഒരു 10 ദിവസം ലീവാക്കിയാൽ എന്താ? 10ഓ 15ഓ ആയിക്കോട്ടെ. എന്നാ പിന്നെ സാറിന്റെ ആ കൃത്രിമ രേഖ ഉണ്ടാക്കുന്ന പണി തുടങ്ങിക്കോ. ഇവരെ കുറച്ചു ദിവസം വീട്ടിൽ കിടത്തുന്ന കാര്യം ഞാനേറ്റു. നോക്കിയും കണ്ടും വേണം. അവസാനം എന്നെ പെടുത്തിയേക്കരുത്. പേടിക്കൊന്നും വേണ്ട, കൊല്ലില്ല. ദേ, ആ ഒരു ഉറപ്പ് ഞാൻ തരാം. പകരം കൊല്ലാതെ കൊല്ലും. ശാലിനി, ഞാനായിട്ട് കുഴപ്പമുണ്ടാക്കിയതല്ല. ആ രോഹിത് മനഃപൂർവ്വം വന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതാ. ഇതിപ്പം നമ്മളായിട്ട് വന്ന് പരിപാടി അലമ്പാക്കിയെന്ന് ആവരുത്. നാളെ ഈ ക്ലബ്ബുകാർക്ക് പറയാൻ ഒരു അവസരം ഉണ്ടാവരുത്. അത്രേ എനിക്ക് പറയാനുള്ളൂ. ഇനിയിപ്പോ പോവാശാനെ, ഇവിടെ നാം ചിലപ്പോ ഇനിയും ബഹളം ഉണ്ടാവും. ശരിയാ, നമുക്ക് പോവാം അമ്മേ. ശിവനങ്ങളെ, നമുക്ക് പോവാം. സത്യേ, നിങ്ങൾ എങ്ങോട്ട് പോന്നു? അവരെവിടെ നിന്നാണോ വന്നത് അവിടേക്ക് തന്നെ അവര് പോന്നു. അത് പറയാ നീ ആരാടി? ഞാൻ ഇവരുടെ അമ്മ. ഞാൻ ഇവരുടെ അച്ഛന്റെ അമ്മയാ, അച്ഛമ്മ. നീ നിന്റെ അമ്മയുടെ പേര് വലിയ വായിൽ വിളിച്ചു പറഞ്ഞല്ലോ, കുടുംബശ്രീ ശാരദയുടെ കൊച്ചുമക്കളെന്ന്. എടി, അവരെക്കാൾ കൂടുതൽ ബന്ധം എനിക്ക് ഇവരുമായിട്ടുള്ളത്. കോടതി അംഗീകരിക്കുന്ന ബന്ധവും അച്ഛൻ വീടുമായിട്ടുള്ളതാ. അതുകൊണ്ട് ഞാൻ ഇവരെ കൊണ്ടുപോവാ. വാ മക്കളെ. അതപ്പോഴല്ലേ, നമുക്ക് അതപ്പ ആ സമയത്ത് കാണാം. നിനക്ക് അധികകാലം എന്നിൽ നിന്നും ഇവരെ അകറ്റി നിർത്താനാവില്ല. എന്തോടെ അതിനു വേണ്ടി എന്ത് ഞാൻ ചെയ്യും. ആരൊക്കെ നിങ്ങളുടെ കൂടെ ഉണ്ടായാലും ആരെയൊക്കെ നിങ്ങൾ വിലക്കെടുത്താലും എന്റെ കൂടെ ഞാൻ വിളിക്കുന്ന ഈശ്വരൻ മാത്രം മതി. എനിക്കായുസുള്ള കാലത്തോളം എന്റെ മക്കൾ എന്റെ കൂടെ തന്നെ ഉണ്ടാവും. ആഹാ, അത് ശരി. ഇപ്പൊ തടഞ്ഞു നിർത്തിയാന്നോ വെല്ലുവിളി? മക്കളെ, നിങ്ങൾ കൊച്ചുങ്ങളെ വിളിച്ച വീട്ടിൽ പോകാൻ നോക്ക്. ഇതിങ്ങനോടെ പലതും പറഞ്ഞിരിക്കും. അതൊന്നും നിങ്ങൾ കാര്യമാക്കണ്ട. എടാ പോടാ. രാഘവേട്ടൻ എന്നെ തോപ്പിക്കാൻ വേണ്ടി ഒരുങ്ങി ഇറങ്ങിയിരിക്കുകയല്ലേ? എന്താ ഭാമി ഇത്? പരിപാടി കാണാമെന്നാ പരിപാടി കണ്ടിട്ട് പോകണം. അല്ല പോരടിക്കല്ലേ വേണ്ടത്? അത് ഈ ഓണക്കാലത്ത്. രോഹിത്തെ, കുട്ടികൾ നമ്മുടെ വീട്ടിൽ വരണം. അതിന് എന്ത് വില കൊടുക്കാനും ഞാൻ തയ്യാറാ. എന്തിനാ കരയല്ലേ?
മിടുക്കിക്കുട്ടിയായിട്ട് കിടക്കണേ. ആ ആ അച്ഛന്റെ ഭാഗ്യക്കുട്ടി ഉണർന്നോ? എന്റെ പൊന്നു മൂർത്തി, മോളെ വെറുതെ വാശി പിടിപ്പിക്കല്ലേ. ആ ശാരദ കുളിക്കാണെന്ന് തോന്നുന്നു, അറിയാലോ. നിങ്ങളുടെ മോള് കരയാൻ തുടങ്ങിയ പിന്നെ എങ്ങനെ കരച്ചിൽ നിർത്തുമെന്ന് അവൾക്ക് പോലും അറിയത്തില്ല. എനിക്കാണെങ്കിൽ ഇന്നൊരു പ്രധാനപ്പെട്ട കേസിന്റെ വിചാരണ തുടങ്ങുക. കുഞ്ഞിന്റെ കരച്ചിൽ കണ്ടുകൊണ്ട് പോയാലേ പിന്നെ എനിക്ക് അവിടെ പോയ ഒരു സമാധാനം ഉണ്ടാവില്ല. കേസിന്റെ കാര്യങ്ങളൊന്നും ശരിക്കും ശ്രദ്ധിക്കാനും പറ്റില്ല. അതുകൊണ്ട് ശാരദ കുളി കഴിഞ്ഞ് വരുന്നത് വരെ ദയവ് ചെയ്ത് മോളൊന്ന് സമാധാനമായിട്ട് കിടന്നോട്ടെ. താൻ പറഞ്ഞ മുഴുവൻ അവള് കേട്ടുമെന്ന് തോന്നുന്നു. മോളൊന്ന് അനങ്ങി വരുന്നുണ്ട്. അച്ഛന്റെ ചക്കരെ മോളെ വാശി പിടിപ്പിച്ചപ്പോ മൂർത്തിക്ക് സമാധാനമായല്ലോ. താൻ പേടിക്കണ്ട, മോളെ ഞാൻ നോക്കിക്കോളാം. ഓ അച്ഛന്റെ വാവേ മോളെ. ഓ അയ്യോ. സുന്ദരിക്കുട്ടി എണീറ്റോ? വാവേ ഇന്ന് മുത്തശ്ശി എടുത്തിട്ടേ ഇല്ല. വാ വന്നേ. ഓ നിങ്ങളൊന്ന് തൊട്ട് നോക്കിയേ. മോൾക്കൊരു ചൂട് പോലെ തോന്നുന്നില്ലേ? അതോ ഞാൻ അടുപ്പിന്റെ അടുത്തുനിന്ന് വന്നതുകൊണ്ടാണോ? ശരിയാ, മൂക്ക് ചെറിയ ചൂടുണ്ടല്ലോ. മോളെ നോക്കട്ടെ. മൂർത്തി, മോൾക്ക് ചെറിയ പനിയുണ്ടെന്ന് തോന്നുന്നു. ഇനി വെച്ച് താമസിപ്പിക്കല്ലോ മോളെ. കുഞ്ഞിനെ കൊണ്ട് എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോകും. മോൾക്ക് പനിയുണ്ട് മൂർത്തി. മോളെ എടുത്തപ്പോ മൂർത്തിക്ക് മനസ്സിലായില്ലേ? ഞാൻ എന്തായാലും ഇന്ന് കോടതിയിലേക്ക് പോകുന്നില്ല. നമുക്ക് മോളെയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോവാം. എന്നാ പിന്നെ പെട്ടെന്ന് പോവാം. വാ വാ. എന്താ മോളെയും കൊണ്ട് അവരെങ്ങോട്ടാ പോകുന്നേ? മോൾക്ക് പൊള്ളുന്ന പനിയാ. അവര് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതാ. ഈശ്വര, ഇന്നലെ മുതൽ ചെറിയ വാശിയുണ്ടായിരുന്നു. പനിയുടെ ലക്ഷണമാവും. നിനക്കും കൂടി പോകായിരുന്നു. അരുണയ്ക്കൊരു സഹായമായേനി. അതെ, ഞാനും കൂടെ പോവാം. ഇല്ലെങ്കിൽ എനിക്കിവിടെ നിന്ന് ഒരു സമാധാനം ഉണ്ടാവില്ല. ശാരദേ, നീ ഈ വേഷത്തിലാണോ പോകുന്നേ? സാരിയില്ല, അല്ലെങ്കിൽ അവരെ കാണില്ല. അവൾക്ക് നമ്മുടെ കുഞ്ഞിനെ വലിയ കാര്യമാ. അതെ, ഇങ്ങനെ ഒരാളെ കിട്ടിയത് നമ്മുടെ ഭാഗ്യമാണ്.